Little Chef Contest number 13, Kenza Fatima, 3rd standard, Base English School, Vadakad, Malappuram. Hi friends, I'm Kenza Fatima. ഇന്ന് ഞാനൊരു വെറൈറ്റി ഡിഷുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഓക്കേ, വരൂ നമുക്ക് കിച്ചണിലേക്ക് പോകാം. ഇന്ന് നമുക്ക് സിമ്പിൾ ആയിട്ട് ഒരു പിസ്സ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. 3 സ്റ്റെപ്പിലൂടെയാണ് ഈ പിസ്സ തയ്യാറാക്കുന്നത്. ഫസ്റ്റത്തെ സ്റ്റെപ്പ് പിസ്സക്കുള്ള ടോപ്പിംഗ് തയ്യാറാക്കുക എന്നാണ്. അതിനാവശ്യമുള്ള ഇൻഗ്രീഡിയൻസ്: മാഗ്നേറ്റ് ചെയ്ത ചിക്കൻ, സൺഫ്ലവർ ഓയിൽ, സാൾട്ട്, 1 ഓണിയൻ കട്ട് ചെയ്തത്, ക്യാപ്സിക്കം കട്ട് ചെയ്തത്, ജിഞ്ചറും ഗാർലിക്കും സ്മോൾ പീസസ് ആയി കട്ട് ചെയ്തത്, ക്യാരറ്റ് കട്ട് ചെയ്തത്. ഇനി നമുക്ക് ടോപ്പിംഗ് തയ്യാറാക്കാം. ചൂടായ പാനിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിക്കാം. അതിലേക്ക് മാഗ്നേറ്റ് ചെയ്ത ചിക്കന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ഇൻഗ്രീഡിയൻസ് ആയിട്ട് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് സവാള ആഡ് ചെയ്യാം. ക്യാരറ്റും ക്യാപ്സിക്കും ഇട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിസ്സക്കുള്ള ടോപ്പിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. സെക്കൻഡ് സ്റ്റെപ്പ് പിസ്സയ്ക്കുള്ള വൈറ്റ് സോസ് തയ്യാറാക്കുക എന്നുള്ളതാണ്. ഇതിനാവശ്യമുള്ള ഇൻഗ്രീഡിയൻസ്: ബട്ടർ, 1 ടേബിൾ സ്പൂൺ മൈദ ഫ്ലോർ, 1 ടേബിൾ സ്പൂൺ പെപ്പർ പൗഡർ, 1/2 കപ്പ് മിൽക്ക്. ഈ മൈദ ഫ്ലോറും മിൽക്കും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഒരു പിഞ്ച് സാൾട്ടും 1/2 ടീസ്പൂൺ പെപ്പർ പൗഡറും ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. നമുക്ക് വൈറ്റ് സോസ് തയ്യാറാക്കാം. പാൻ ചൂടായിട്ടുണ്ട്. നമുക്ക് ഒരു പീസ് ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ മിക്സ് ഇതിലേക്ക് ഒഴിക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. പിസ്സക്കുള്ള വൈറ്റ് സോസ് റെഡി ആയിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പായ പിസ്സക്കുള്ള ബേസ് തയ്യാറാക്കാം. ഇതിനാവശ്യമുള്ള ഇൻഗ്രീഡിയൻസ്: 4 eggs, 4 പീസസ് ബ്രെഡ്, ഒരു പിഞ്ച് സാൾട്ട്, 1/2 പെപ്പർ. ഇതെല്ലാം ഈ മിക്സിയിലേക്ക് ഇട്ട് നല്ലോണം അടിച്ചെടുക്കുക. ഈ ബ്രെഡ് പീസസ് എല്ലാം കട്ട് ചെയ്ത് ഇതിലേക്ക് ഇടാം. 1 പിഞ്ച് സാൾട്ട്, 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ. ഇതെല്ലാം നന്നായിട്ട് അടിച്ചെടുക്കുക. പിസ്സക്കുള്ള ബേസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി പിസ്സ സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ചൂടായ പാനിലേക്ക് ഒരു പീസ് ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. നമ്മൾ നേരത്തെ അടിച്ചു വെച്ച ബേസ് നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം. 1 മിനിറ്റ് ഒന്ന് അടിച്ചു വെച്ച് വേവിക്കാം. ഇപ്പൊ 1 മിനിറ്റ് ആയിട്ടുണ്ട്. പിസ്സയ്ക്കുള്ള ടോപ്പിംഗ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഫില്ലിംഗ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച വൈറ്റ് സോസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കാം. ലോ ഫ്ലെയിമിലിട്ട് 50 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുക്കണം. ഇപ്പൊ 50 മിനിറ്റ്സ് ആയിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതാ നമ്മുടെ യമ്മി പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് സെയിം പ്ലേറ്റിലേക്ക് മാറ്റാം. ഹായ് ഫ്രണ്ട്സ്, വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ട് വളരെ സിമ്പിൾ ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന പിസ്സയാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ. If you like the program, please like, share and subscribe. Don't forget to click the bell icon. We'll see you with a new video tomorrow. Till then, bye. ഏറ്റവും കൂടുതൽ വ്യൂസ് ലഭിക്കുന്ന 3 പാചക വീഡിയോകൾക്കാണ് സമ്മാനം.
ഈ പ്രോഗ്രാമിൻ്റെ അവസാന തീയതി 2020 സെപ്റ്റംബർ 19 വിജയികളെ 2020 സെപ്റ്റംബർ 26 പ്രഖ്യാപിക്കുന്നതാണ്.